നമ്മുടെ വികാരിയച്ഛൻ പറഞ്ഞു, വചന ശുശ്രൂഷയ്ക്കും കേൾവിക്കുമായി എല്ലാവരും ഇങ്ങനെ കാത് ഓർത്ത് ഇരിക്കുകയാണ്. ആ ഓർത്തിരിക്കുന്ന കാതുകളിലേക്ക് ഒരു സദ്വർത്തമാനം ഞാൻ ആദ്യമേ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പറയുന്നു. ദീർഘമായ ഒരു പ്രസംഗമില്ല, നിങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാം എന്നുള്ളതാണ് ആ സദ്വർത്തമാനം. ഈ സന്ധ്യയിൽ നല്ല ചൂടുള്ള സമയത്ത് ദീർഘമായി സംസാരിക്കുന്നതിൻ്റെ കേട്ടിരിക്കാനുള്ള ഒരു ശേഷി ഞാനാണെങ്കിൽ ഇല്ലാത്തതുപോലെ നിങ്ങൾക്കും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് വിശദമായി സംസാരിക്കുന്നത്. ഈ ദേവാലയത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ദേശത്ത് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇളമ്പൽ, മറ്റേ പള്ളി, അടുത്ത പള്ളിയുടെ പേര് ഇളമ്പൽ, ജെറുസലേമിൽ വന്നിട്ടുണ്ട്. മറ്റേ പള്ളിയിലും പോയിട്ടില്ല. ഞാൻ ഈ 2023-24 ഇത്രയും വഴിതെറ്റിയ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ദീർഘദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. മലബാറിലായിരുന്നപ്പോൾ ഒരു 8 മണിക്കൂർ യാത്ര ചെയ്താണ് ഞാൻ മാരാവണ്ണൂന്ന് കോഴിക്കോട് എത്തുന്നത്. 8 മണിക്കൂർ യാത്രയാണ്. എന്നാൽ ഈ ഭദ്രാസനത്തിൻ്റെ ഒരു നന്മ, ഒരു 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ഏതറ്റത്തും ചെന്ന് പറ്റാം. അങ്ങനെ ഏതറ്റത്തും ചെന്ന് പറ്റാവുന്ന ഒരു സ്ഥലമായിരിക്കെ ഇന്ന് വല്ലാതെ പറ്റിപ്പോയി എന്നുള്ളത് ഒരു സ്ഥലം. അപ്പോൾ ആർക്കും വഴി തെറ്റാം. അത് ഒരു പാഠമാണല്ലോ, വഴി തെറ്റാം. ഗൂഗിൾ ഈസ് നോട്ട് അൾട്ടിമേറ്റ്. ഇതൊരു പാഠമാണ്. ഈ ഗൂഗിളമ്മ പറയുന്നതാണ് ആത്യന്തികമായും ശരിയെന്ന് ധരിച്ചാൽ ഞാൻ നരിക്കൽ ബദേലിൽ ചെന്നു ആദ്യം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രൈവറോട്, പള്ളി ഇതാ നരിക്കൽ ഇളമ്പൽ. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് ബദേലാണ്, നമുക്ക് പോകേണ്ടത് ഇതെന്താ സെഹിയോനാണ്. പിന്നെ അവിടെ ചോദിച്ചപ്പോൾ നേരെ പോരെന്ന് പറഞ്ഞു. നരിക്കലിൽ നിന്ന് നേരെ പുനലൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ചെന്നു. എങ്ങനെയാണ് പോയെന്ന് അറിയത്തില്ല. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ചെന്നപ്പോൾ അവിടുന്ന് അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പള്ളി വരാനാണ് പറഞ്ഞത്, ബസ് സ്റ്റാൻഡിൽ പോകാനല്ല പറഞ്ഞത്. ഏതായാലും അവസാനം ഇവിടെ വന്നു ചേർന്നു. അവിടെ മുമ്പിൽ കുറേ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഭീതി പുരസരം ഇതിലേ കയറി അകത്തേക്ക്. വല്ല കായിക ക്ലേശം വല്ലതും ചെയ്തു പോയാൽ ഇത്രയും താമസിച്ചതിന്. എന്നാൽ നല്ലവരായ നിങ്ങളുടെ മുഖമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് വലിയ പരിഭവമില്ല. കുറച്ചുകൂടി താമസിച്ച് വന്നാലും കുഴപ്പമില്ലായിരുന്നല്ലോ എന്നുള്ള മട്ട് കണ്ടിരിക്കും. അതൊക്കെ ഒരു നന്മയുടെ ലക്ഷണമാണ്. ഈ ഇടവക പുതുക്കി പണിഞ്ഞിരിക്കുന്നു, അതിമനോഹരമായിരിക്കുന്നു. എപ്പോഴും നല്ല ഒരു നന്നായി സൂക്ഷിക്കുന്ന സ്ഥലം. ഒരു കെട്ടിടത്തിൻ്റെ ഒന്നും വലിയ വലിപ്പമല്ല, ആ കെട്ടിടം എങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വൈദികനായി ഞാൻ 25 വർഷവും ഇപ്പോൾ എല്ലാം കൂടി ഈ സഭയിൽ 38 വർഷം ഇങ്ങനെ യാത്ര ചെയ്യുകയും ആളുകളെ കാണുകയും വീടുകൾ സന്ദർശിക്കുകയൊക്കെ ചെയ്തു. ചില കൊച്ചു വീടുകളിൽ നമ്മൾ ചെല്ലും, പക്ഷേ അത് അതിമനോഹരമായി വെക്കേണ്ടുന്ന സാധനങ്ങൾ വെക്കേണ്ട സ്ഥലത്ത് ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. നമുക്കൊരു സന്തോഷം തോന്നും, ഹൃദയത്തിൻ്റെ ഒരു സന്തോഷം, എല്ലാം വെടിപ്പായി കൃത്യമായി. വലിയ വീടുകളിൽ പോയിട്ടുണ്ട്, മനസ്സിലായോ? ബെഡ്റൂമിൽ കിടക്കേണ്ടത് ലിവിങ് റൂമിൽ കിടക്കുകയാണ്, മനസ്സിലായോ? അത് വലിയ വീടാണ്. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് പ്ലേസ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ കാര്യങ്ങളും ഇരിക്കേണ്ടുന്ന ഇടത്ത് ഇരിക്കുന്നത്. അങ്ങനെയാണ് പള്ളി നമ്മളെപ്പോഴും സൂക്ഷിക്കുന്നത്. വിശുദ്ധമായ മധുഹ, അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം ഭംഗിയായി സൂക്ഷിക്കും. എന്നാൽ ഏറ്റവും വലിയ മന്ദിരം ഏതാണ്? ഏറ്റവും വലിയ ദേവാലയം ഏതാണ്? നമ്മളാണ് ഏറ്റവും വലിയ. യു ആർ ദ ടെമ്പിൾ. നിങ്ങളാണ് മന്ദിരം. ഈ മന്ദിരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നമ്മൾ സൂക്ഷിച്ച് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുള്ളവരായി നമുക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതാണ്. അതിനുള്ള ഒരു പ്രതീകമാണ് പള്ളി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഫിലോസഫി ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് അറിയാം, ഐഡിയലും ആക്ച്വലും അല്ലെങ്കിൽ റിയലും ഈ ആക്ച്വലും തമ്മിൽ എപ്പോഴും ഒരു ബന്ധമുണ്ട്. അത് നമുക്കെപ്പോഴും മനസ്സിലാകണമെന്നില്ല.
അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ മൈക്കിലൂടി പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വളരെ ആക്ച്വലായിട്ടുള്ള സത്യമായിട്ടുള്ള ഒരു റെപ്ലിക്ക എവിടെയോ ഉണ്ട്. അതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ് ഞാൻ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും വരുത്താൻ ദൈവത്തിനെ സാധിക്കൂ. മനുഷ്യരായ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാകണമെങ്കിൽ അതിന് മുമ്പ് എന്തോ ഉള്ളതുകൊണ്ടാണ്. ഒരിക്കൽ പോലും ഇവിടെ ഇരിക്കുന്ന ഒരു 65 വയസ്സുള്ള അമ്മച്ചി ജനിച്ച് 8ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു ഫ്ലവർ വേസും ഇങ്ങനെ ഒരു ചെടിയും അതിനകത്ത് പിന്നെ ഈ പെബിൾസ് വിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. അന്നങ്ങനെ ഇല്ല. എന്നാൽ മുറ്റത്തൊരു ചെടി ഉണ്ടായിരുന്നു, ചെമ്പരത്തി ചെടി. ആ ചെമ്പരത്തി ചെടിയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. അപ്പോൾ ഈ ആക്ച്വലും ഈ ഫോമും ബന്ധപ്പെട്ടതാണ് ഒന്ന്. അപ്പം അതാണ് നമ്മുടെ കാലത്തിൻ്റെ വളർച്ചയിൽ, ചരിത്രത്തിൻ്റെ നീക്കത്തിൽ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ വളരുകയാണ്. അങ്ങനെയാണ് നമ്മൾ ദൈവബോധത്തിലും വളരേണ്ടത്. ഇന്നേക്ക് 50 കൊല്ലം മുമ്പ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ അവർ ധരിച്ചിരുന്നതും മനസ്സിലാക്കിയിരുന്നതുമായ സങ്കല്പത്തിൽ നിന്ന് വളരെ വളരെ അന്ന് സത്യമേവ ജയതേ, സത്യമാണ് ആത്യന്തികമായും ഉള്ളത് എന്ന് അവർ പഠിച്ചു. സത്യത്തിനപ്പുറമായിട്ടൊന്നുമില്ല, ആത്യന്തികമായ സത്യമാണ്. ഇന്ന് 21ാം നൂറ്റാണ്ടിൽ നമ്മൾ പറയുന്നു നമ്മൾ ജീവിക്കുന്നത് സത്യ അനന്തര കാലത്താണ്. പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സത്യം എന്ന് പറയുന്നത് വളരെ റിലേറ്റീവാണ്. ഇറ്റ് ഈസ് വെരി റിലേറ്റീവ്. സത്യം എന്ന് പറയുന്നതായിട്ടൊന്നും ഇല്ല, കാലത്തിൻ്റെ മാറ്റമാണ്. സത്യാനന്തര ലോകമെന്ന് പറഞ്ഞാൽ അസത്യത്തെ പറഞ്ഞ് അതിനെ ഈ കാലത്തിൻ്റെ ഒരു വിഷയമാക്കി അസത്യത്തെ സത്യമാക്കി മാറ്റുന്ന ഒരു കാലം. അങ്ങനെ അതുകൊണ്ട് വി ഷുഡ് ലേൺ ഹൗ ടു ലിവ് ഇൻ എവറി ഏജ്. ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്നതിന് നമ്മൾ എക്വിപ്ഡ് ആക്കേണ്ടിയിരിക്കും. ഇന്ന് ജീവിക്കുന്നതിനൊരു മിനിമം സ്റ്റാൻഡേർഡ് വേണം. ഒരു ഗൂഗിൾ പേ അറിയാത്ത ഒരു വല്ലിപ്പന് പോലും ജീവിക്കാൻ പാടില്ല. എനിക്കതെന്താണെന്ന് പോലും അറിയാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും ഒരു അത്യാവശ്യം ആരെങ്കിലും സഹായിക്കണമെങ്കിൽ സെക്രട്ടറി അച്ഛൻ്റെ കൊടുത്തിട്ട് പറയും അച്ഛൻ്റെ പേരിൽ അങ്ങ് അയച്ചേര്, അറിയത്തില്ല. അപ്പം ഈ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കത്തക്കവണ്ണമുള്ള ഒരു സംസ്കാരമുള്ളവനല്ല ഞാൻ. ഐ ആം നോട്ട് ഗ്രോൺ ടു ദാറ്റ് സ്റ്റേജ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. ആ അടിസ്ഥാനപരമായ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ ഒരു കാര്യം. അതെന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ മന്ദിരം നമ്മളാണ്. ഈ നമ്മളിൽ ദൈവം പ്രവേശിക്കുമ്പോൾ ഒരു മധുവായിൽ പ്രവേശിക്കുന്നതിൻ്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നത്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പട്ടിണി അല്ല. പട്ടിണി വലിയ പ്രശ്നമല്ലേ? നിശ്ചയമായിട്ടും ആണ്. യുദ്ധം അല്ല, യുദ്ധം വലിയ പ്രശ്നമല്ലേ? നമ്മളിപ്പോൾ പ്രാർത്ഥനയിൽ ഓർത്തു എത്രയോ ആളുകളാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. എത്രയോ കുഞ്ഞുങ്ങൾക്കാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. എത്രയോ ആയുധങ്ങളാണ് തങ്ങൾക്കുള്ളതെല്ലാം എന്നേക്കുമായി ഉപേക്ഷിച്ച് അന്ധമായി അറിയാത്ത ദേശത്തേക്ക് പ്രയാണം ചെയ്ത് അവിടെ അവർ അഭയാർത്ഥികളായി കഴിയും. നമ്മൾ കൊട്ടാരക്കര ജംഗ്ഷനിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി എറണാകുളം ജംഗ്ഷനിലോ ഒക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ശീതീകരിച്ച കാറിൻ്റെ ആ ഡോറിൽ വന്ന് മുട്ടുന്നത് അങ്ങനെ കുടിയിറക്കപ്പെട്ട അമ്മമാരുടെ മക്കളാണ്. നമ്മൾ ഒരിക്കൽ പോലും പലപ്പോഴും നമ്മുടെ കാറിൻ്റെ ആ ചില്ല് പോലും താക്കുകയില്ല. എവിടുന്നോ ഇറക്കി വിട്ടപ്പെട്ടവർ. എത്രയോ ഭയാനകമായ, എത്രയോ ദുഃഖകരമായ, നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെയല്ലേ ഏതോ ഒരു അമ്മയ്ക്ക് ആ കുഞ്ഞും, പക്ഷേ എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെയുള്ള ദുഃഖകരമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആൻഡ് വി ഷുഡ് നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ്. അമ്മമാരും അപ്പന്മാരും ഒക്കെ മക്കളെ പഠിപ്പിക്കേണ്ടുന്ന കാര്യം അവരോട് പറയണം, നിങ്ങൾ ഈ ലോകത്തെ കാണണം കുഞ്ഞുങ്ങളെ, ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു അമ്മ പഠിപ്പിച്ചു. ആ അമ്മയുടെ പേര് മറിയ എന്നാണ്. ആ അമ്മ ഒരു കല്യാണത്തിന് ചെല്ലുന്നു. ഭയങ്കരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ. പൊടിയും തുട്ടിച്ച് പോകാൻ മക്കളെ നല്ല പറഞ്ഞു. മക്കളെ പോകാൻ എളുപ്പമാണ്, പക്ഷേ നിന്ന് സഹായിക്കാൻ വിഷമമാണ്. അങ്ങനെ പഠിപ്പിച്ച ഒരു മകനാണ് ഈ ലോകരക്ഷകനായി തീർന്നത്. ഇതൊക്കെ നമ്മൾ മറ്റാരിലും ആരോപിച്ചാണ് ഇന്ന് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു ലോകരക്ഷകൻ,
യേശു എല്ലാവരെയും രക്ഷിക്കും, യേശു സൗഖ്യമാക്കും. അങ്ങനെ അത് ഒരു സൈഡിൽ പറഞ്ഞാൽ മതി. മറു സൈഡ് നമ്മുടെ മക്കളോട് പറയുക, നിനക്കും രക്ഷിക്കാം, നിനക്കും സഹായിക്കാം, നിനക്കും പലർക്കും ഒരു ജീവിതത്തിന് അർത്ഥം കൊടുക്കാം. നീ യേശുവിനെ പോലെ ചെയ്യാമെന്ന് അമ്മമാർ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് യേശു ഇവിടെ താഴെ ഇരിപ്പുണ്ട്. ആ യേശു ആകേണ്ടുന്നവരെ നമ്മൾ ഇങ്ങനെ നമ്മളുടേതാക്കുന്നു. ഞാൻ മുമ്പേ ഒരു പാസിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറഞ്ഞു. അത് ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. അതെന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ രക്ഷകരായി സൃഷ്ടിച്ചവരെ നമ്മൾ പ്രൈവറ്റൈസ് ചെയ്ത് നമ്മളുടെ സംരക്ഷകരാക്കി തീർക്കുന്നു. ഇതൊരു കൊടിയ പാപമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ 1000 ആളുകളെ രക്ഷിക്കാമെന്നിരിക്കെ 1 or 2 പേരെ രക്ഷിക്കാനായിട്ട് അവരെ ന്യൂനീകരിച്ചു, അല്ലെങ്കിൽ അവരെ കൺഫൈൻ ചെയ്യുകയാണ്, അവരെ ഇങ്ങനെ അടച്ചിടുകയാണ്. അതുകൊണ്ട് കുട്ടികളെയെല്ലാം തുറന്നു വിടണം. തുറന്നു വിടുന്നത് തോന്നിവാസത്തിനല്ല ഈ പറഞ്ഞത്, തുറന്നു വിടുന്നത് അനേകർക്ക് സംരക്ഷകരായി തീരാനാണ്. മറ്റുള്ളവൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടൂ എന്നാണ് അമ്മ പഠിപ്പിച്ചത്. നമ്മൾ അറിയാതെ പഠിപ്പിക്കുന്നതാണ്. ആ രോഗമെല്ലാം പ്രശ്നമാണ്, എല്ലാത്തിനകത്തും കൊണ്ടുപോയി തലയിടരുത്, തലയൂരു എന്ന് പഠിപ്പിക്കുന്ന അമ്മമാർ മറിയയ്ക്ക് എതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലയിടൂ എന്ന് പറയുന്ന ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കണം. എല്ലാവരുടെയും വേദനയിൽ നമുക്ക് തലയിടണം. നമ്മുടെ മക്കൾ തലയിടണം, നമുക്ക് തലയിടണം. തല ഊരി രക്ഷപ്പെടാൻ എളുപ്പമാണ്. തലയിട്ട് തല കൊടുത്ത്, നമ്മുടെ കൊച്ചുനാൾ ചെറിയ ക്ലാസ്സിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, രക്ഷിക്കുന്നവന് തല കൊടുക്കൂ. നിങ്ങളാരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നിങ്ങളും മലയാളം അറിയാവുന്നവരല്ലയോ? അറിയാമോ? രക്ഷിച്ചവന് തല കൊടുക്കൂ എന്നുള്ളത് 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഉള്ളൊരു പാഠമാണ്. അത് വാഴയെക്കുറിച്ചാണ്. വാഴ നടുന്നു, വാഴയ്ക്ക് വെള്ളം ഒഴിക്കുന്നു, അതിനെ നമ്മൾ സംരക്ഷിക്കുന്നു. അങ്ങനെ സംരക്ഷിച്ച് ഒടുവിൽ വാഴ തീരുമാനിക്കുന്നു, നമ്മളെ ഇത്രയും വെള്ളം തന്ന് മാനുവർ വളം തന്ന് രക്ഷിച്ച്, ഇനി നമുക്കെന്നാ ചെയ്യാവുന്നത്? നമ്മുടെ തല അങ്ങ് കൊടുത്തേക്കാം. ആ തലയാണ് വാഴക്കുല. ഇല്ലേ? ഇങ്ങനെയുള്ള പാഠങ്ങൾ പോലും ഇല്ല. ഇല്ലേ? നാനാജി കൊച്ചൻ ഈ പാഠം പഠിച്ചിട്ടുണ്ടോ? നിശ്ചയമായിട്ടും ആ കാലത്തുള്ളതാണ്. ഞാൻ 59 ജനിച്ച ആളാണ്. അപ്പോൾ ഞങ്ങൾ രക്ഷിച്ചവന് തല കൊടുക്കൂ എന്നാണോ തല കൊടുത്തു എന്നാണോ എന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ആശയം ഇതാണ്, രക്ഷിച്ചവന് തല കൊടുക്കുക. അപ്പോൾ രക്ഷിക്കാൻ വന്നവൻ്റെ തലയും കൊടുത്തു. അതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. രക്ഷിക്കാൻ വന്ന രക്ഷകനായ കർത്താവ് തൻ്റെ തല കൊടുത്തു. അപ്പോൾ തല ഊരി തടി രക്ഷിക്കുന്ന ഒരു ലോകത്തിൽ തല കൊടുത്ത് ശരീരം മുറിച്ച് തീറ്റുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സഭ. ഇത് നമ്മൾ മനസ്സിലാകും. നമ്മുടെ ആത്മീയതയിൽ നമ്മൾ അറിയാതെ ഒത്തിരി എന്നാ പറയുന്നത്, അതിനെ ലഘൂകരിക്കുകയും ഇമോഷണലൈസ് ചെയ്യുകയും യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മളെ തള്ളി മാറ്റുകയും ഒക്കെ തെന്നിച്ചു കളയുകയൊക്കെ ചെയ്ത് രക്ഷപ്പെടാനായിട്ടാണ്. രക്ഷപ്പെടാനല്ല യേശു വന്നത്, രക്ഷിക്കാനാണ് വന്നത്. രക്ഷപ്പെട്ടു പോകാൻ യേശുവിന് എളുപ്പമായിരുന്നു. പക്ഷേ രക്ഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മരിക്കേണ്ടി വരും. ഇത് വളരെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ക്രിസ്തോസ്റ്റം തിരുമേനി നമ്മുടെ നാനാജി ഒക്കെ വലിയ ആരാധനയിൽ പെടുന്നതാണ്. അച്ഛൻ തിരുമേനിയുടെ ഒരു സ്നേഹവല്യത്തിലുള്ള ആളുകളിൽ പെടുന്നതാണ്. 70 കൊല്ലം മുമ്പ് തൊട്ട് പറയുന്നൊരു കാര്യമാണ്, നമുക്ക് വേദപുസ്തകം പഠിക്കണം. ഇത് വേദപുസ്തക വായന നമ്മൾ നിർത്തണം. അപ്പോൾ ആദ്യം ആളുകൾക്ക് മനസ്സിലായില്ല വേദപുസ്തകം. ചില പുരുഷന്മാർക്ക് സന്തോഷമായി, ദൈവമേ ഇതായിരുന്നു എന്നും ഉപദേശിമാർ പറയുന്നത്, വായിച്ചില്ലെങ്കിൽ നീ പോകും, നീ നരകത്തിൽ പോകുന്നത്. മാർത്തോമാ സഭയുടെ തിരുമേനി പറഞ്ഞു വേദപുസ്തകം വായിക്കേണ്ട. അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പറയുന്നത് വേദപുസ്തകം മനോരമ വായിക്കണം, വേദപുസ്തകം പഠിക്കണം. എനിക്ക് ഇന്ന് ഇടവയുടെ പ്രധാനമായും പറയാനുള്ള കാര്യം, എല്ലാവരും കുറച്ചുകൂടി ഗൗരവമായി വേദപുസ്തകം, ആരും പറയുന്നത് വിഴുങ്ങണ്ട. നമ്മൾ ഈ സുവിശേഷം, മത്തായിയുടെ വിശുദ്ധ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങൾ യേശു തമ്പുരാൻ തിരുവായി മുഴിഞ്ഞ് നമ്മളെ പഠിപ്പിച്ചതാണ്. ആ 4 സുവിശേഷങ്ങൾ നമ്മൾ ആവർത്തിച്ച് വായിച്ചാൽ നമ്മൾ നന്നാകുക തന്നെ ചെയ്യും. നമ്മളിതിനെ മാറ്റി വെക്കും തോറും നമ്മൾ മിടുക്കരാകും. പക്ഷേ നമുക്ക് രക്ഷയ്ക്ക് ഉള്ള സാധ്യതകൾ പറയും. അതുകൊണ്ടാണ് യേശു ഈ പർവ്വതപ്രസംഗം അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ.
എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുകയും എന്നൊക്കെ പറയുന്ന ആളുകളോട് യേശു അവിടെ പറയുന്നുണ്ട്. അന്നേരം പറയും, അപ്പോൾ അവർ പറയും, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിൻ്റെ നാമത്തിൽ മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. ഇതൊന്നും ഒരു സാധാരണക്കാരന് ചെയ്യാവുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ അത്രമാത്രം ഭക്തരും നല്ലവരുമാണ്. രോഗിയെ സൗഖ്യമാക്കാൻ കഴിയുന്നവൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, ഇല്ലേ, ഇതെല്ലാം കഴിയും. അപ്പോൾ അവിടെ യേശു പറയുന്നുണ്ട്, അന്നേരം കർത്താവ് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോയി. ആരെക്കുറിച്ചാണ് പറയുന്നത്? രോഗിയെ സൗഖ്യമാക്കിയവൻ. മനസ്സിലായി? നിങ്ങൾ ഈ ഇരിക്കുന്ന സ്ത്രീകൾ ആരെങ്കിലും ഒരു രോഗിയെ സൗഖ്യമാക്കിയിട്ടുണ്ടോ? നിങ്ങളെ കൊണ്ട് ഒക്കുകയല്ല. ആരെങ്കിലും മരിച്ചവരെ നിങ്ങൾ ഉയർപ്പിച്ചിട്ടുണ്ടോ? ഒക്കുകയല്ല. അപ്പം നമ്മൾ പറയും, നമ്മളെ മനുഷ്യരാണ്, നമുക്ക് പരിമിതിയുണ്ട്, നമ്മളെ കൊണ്ടൊന്നും ഒക്കുകയല്ല. ഇതെല്ലാം ചെയ്ത പരമപരിശുദ്ധന്മാരെക്കുറിച്ചാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുകയില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവനെ പൊക്കോണം ഇവിടുന്ന്. ഐ നെവർ ന്യൂ യു, ഞാൻ ഒരിക്കലും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു പിടിപ്പിക്കുന്ന ഭക്തി പ്രകടനങ്ങളൊന്നും അല്ല. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിന്ന് നമ്മളെ സുവിശേഷമായി വായിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ ആദ്യ കുർബാന ഉള്ളതുകൊണ്ട് അല്പം ആ ഭാഗം ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ. ഇന്ന് വായിക്കേണ്ടുന്ന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 20-ാം അധ്യായത്തിൽ. അത് ഞാനൊന്ന് വായിച്ച് മാത്രം അവസാനിപ്പിക്കാം. 20-ാം അധ്യായം 26 മുതലുള്ളതാണ്. ഞാൻ വായിക്കാം, നിങ്ങൾ കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടെങ്കിലേ അതിൻ്റെ ആ ബ്യൂട്ടി, അതിൻ്റെ ആ സൗന്ദര്യം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. 24 മുതൽ വായിക്കാം. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റ് ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറ്, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുക ഇല്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ 8 ദിവസം കഴിഞ്ഞത് നാളെ 8 ദിവസമാണ് ഉയർപ്പിന് ശേഷം. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിൻ്റെ വിരൽ ഇങ്ങോട്ട് കൈനീട്ടി എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും നമുക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കാം. എന്തുകൊണ്ടാണ് ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ തോമസ് അപ്പോസ്തലന് നഷ്ടമായത്? ഇവർ സാധാരണഗതിയിൽ ആഴ്ചയിൽ ഒന്നേ കൂടാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മളിങ്ങനെ ഇത് വായിച്ചു പോകും, നമുക്ക് തോന്നും അവർ യേശുക്രിസ്തു ക്രൂശിച്ചപ്പോൾ തൊട്ട് ഒരുമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കാൻ ഒക്കുകയില്ല. കാരണം അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അവർക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ള കാര്യങ്ങൾ സാധിക്കും. അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം അവർ പകൽ നേരത്ത് ജോലിക്ക് പോകും. നിശ്ചയമായിട്ടും അത് വിശ്വസനീയമായ കാര്യമാണ്, ദൈവശാസ്ത്രജ്ഞന്മാരുടെ നിരീക്ഷണം. അപ്പോൾ അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരവസരം, അവരുടെ പള്ളിയാരാധന എന്ന് നമുക്ക് അങ്ങോട്ട് സങ്കല്പിച്ച് പറയാവുന്ന സമയത്ത് ഈ യേശു വന്നു പ്രത്യക്ഷമായി. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, തോമസ് അപ്പോസ്തലൻ ഇല്ലായിരുന്നു. തോമസ് അപ്പോസ്തലന് യേശുവിനെ കാണാനൊത്തില്ല എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ലളിതമായ അർത്ഥം ഇതാണ്: ആ കൂട്ടായ്മയിൽ നിന്ന് മാറി അവൻ്റെ വഴിയിൽ എവിടെയോ പോയി. ഈ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നിങ്ങൾ വായിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു പ്രൈവറ്റ് അപ്പിയറൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ യേശു വന്ന് പത്രോസിനെ മാറിക്കൊണ്ടുപോയി പത്രോസിനോട് വർത്തമാനം പറഞ്ഞു, ഇല്ല. യാക്കോബിനോട് ഇല്ല, ആരോടെ ഇല്ല. തോമസ് അപ്പോസ്തലന് വേണമെങ്കിൽ അന്നേരം അവിടെ ഇല്ലായിരുന്നു. യേശു പോയ വഴിക്ക് പോയെന്ന് പറയുന്നത് ശരിയല്ലായിരിക്കും. യേശുവിന് പ്രൈവറ്റായിട്ട് തോമസ് അപ്പോസ്തലൻ, എടാ തോമസ്, നീ അവിശ്വാസം കൊണ്ട് നടക്കരുത്, ഇങ്ങ് വാ, നീ കൊള്ളാവുന്നവനാണ്, നീ എൻ്റെ കൂടെ യെരൂശലേമിൽ ഒന്ന് മരിക്കാമെന്നൊക്കെ പറഞ്ഞവനാണ്, നിന്നെക്കൊണ്ട് ഒരു കാരണം ഒരു പക്ഷം ആളുകളുടെ അഭിപ്രായം ഈ മറ്റേ ശിഷ്യന്മാരെല്ലാം പേടിച്ച് അരണ്ട് കതകടച്ച് ഓരോരുത്തരും ഇരിക്കുകയാണ്. തോമസ് അപ്പോസ്തലനേ ഉള്ളൂ ധൈര്യം. ഇറങ്ങി പട്ടണത്തിലൊക്കെ പോയി എന്തുവാ സംഭവിച്ചത്, ജനസംസാരം എന്തുവാണ്, യേശുക്രിസ്തു മരിച്ചെങ്കിലും ഇനിയും വല്ല രക്ഷ വേറെ ഉണ്ടോ, ഇങ്ങനെ അന്വേഷിക്കാൻ പോകത്തക്കവണ്ണം ഉള്ളൊരു ധൈര്യമുള്ളവനായിരുന്നു.
ആ ധൈര്യശാലിയായ തോമസിനെ യേശുവിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാമായിരുന്നു. എനിക്കൊറ്റ കാര്യമാണ്, അങ്ങനെയുള്ള കൂട്ടായ്മയുടെ സ്ഥലത്തിൻ്റെ പേരാണ് പള്ളി. ഇന്ന് ഈ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി അവർ ദൈവവചനത്തെക്കുറിച്ച് സംസാരിച്ചു, യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുകയും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിൽ ദുഃഖിതരായി ഇരിക്കുകയും ചെയ്ത ആ സമൂഹത്തിൻ്റെ കൊച്ചുമക്കളാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്താണ് യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് ശിഷ്യന്മാരോട് സംസാരിക്കുന്നത്. കേൾക്കാമോ ഞാൻ പറയുന്നത്? അപ്പോൾ യേശു ഇവിടെ ഉണ്ട്, യേശു ഇവിടെ വരും. എന്നാൽ ഇതിൽ നിന്ന് മാറി ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ദൈവത്തെ വിളിച്ചോളാമെന്ന് പറയുന്ന ഒരുത്തനും ഈ കൂട്ടായ്മയിലല്ലാതെ രക്ഷയില്ല. സാൽവേഷൻ ഈസ് ഇൻ അവർ അസോസിയേഷൻ, ഇൻ അവർ ഫെലോഷിപ്പ്, ഇൻ അവർ യൂണിറ്റി, ഇൻ അവർ ടുഗദർനെസ്. നമ്മുടെ ഒരുമയിലാണ് ദൈവം. കാരണം ദൈവം തന്നെ ഒരുമയാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈ വിശുദ്ധ സംസർഗ സമൂഹത്തിൽ നിന്ന് അകന്ന് ഒരുത്തനും ദൈവം പ്രത്യക്ഷപ്പെടുകയില്ല. ദർ ഈസ് നോ പ്രൈവറ്റ് സാൽവേഷൻ. സാൽവേഷൻ ഈസ് പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി. നമ്മളുടെ ഈ കൂട്ടായ്മയിലാണ് നമ്മളുടെ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ അറിയാതെ ചെയ്തു വെക്കുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈവൻ വിതൗട്ട് ദി കമ്മ്യൂണിറ്റി, ഈ സമൂഹം ഇല്ലാതെയും എനിക്ക് ജീവിക്കാം എന്നാണല്ലോ ആ പറയുന്നതിൻ്റെ ചെയ്യലിൻ്റെ ഒരു കാര്യം. ഞാൻ ആര് എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടെയും സഹവസിക്കുകയില്ല. ഞാൻ ചില പള്ളികളിലൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ അതില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ചില ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയില്ല. മനസ്സിലായി? ഇപ്പോൾ ഇവിടെ എത്ര വീട്ടുകാരാണ്? ഇവിടെ വീട്ടുകാർ എത്ര? 75. നിങ്ങൾ പറഞ്ഞ നമ്പർ ഞാൻ ശരിക്കും കേട്ടില്ല. അപ്പോൾ അതിനകത്ത് ഒരാൾ പറയുന്നത്, ഞാൻ അവരുടെ കൂടെ ഒന്നും ഇരിക്കുകയില്ല. എനിക്ക് ഇന്ന് ഇത് പറയാൻ 3-4 പേരെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയാൻ നോക്കുകയില്ല. കാരണം എന്നെ ഉദ്ദേശിച്ചാണോ എന്നൊക്കെ അവർക്ക് തോന്നും. ഇപ്പോൾ ഇന്ന് ആരെയും അറിയത്തില്ല. ആകെ ഒരു UN സെക്രട്ടറിൻ്റെ മാനേജിങ് കമ്മിറ്റിക്കാരനുണ്ട്, പുള്ളി എനിക്കറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി അങ്ങനെ അധികം ആളുകളെ അറിയത്തില്ല. അങ്ങനെ ഒരാൾ വിചാരിക്കുന്നു ഈ ലോകത്തിലെ ഏറ്റവും അരിഷ്ട ചിന്തയാണത്. വി ഹാവ് നോ സാൽവേഷൻ വിത്തൗട്ട് മൈ ബ്രദർ. അതുകൊണ്ട് വേദപുസ്തകത്തിലെ അതിപ്രധാനമായ ചോദ്യം എന്ന് പറയുന്നത്, വേർ ഈസ് യുവർ ബ്രദർ, വേർ ഈസ് യുവർ സിസ്റ്റർ? നിൻ്റെ സഹോദരൻ എന്ത് ചെയ്യേ, നിൻ്റെ സഹോദരി എന്ത് ചെയ്യേ? ക്രിസ്തോസിന് തിരുമേനിക്ക് ഇത് വലിയ ഇഷ്ടമായി ഇത് പറയാൻ. സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ചെല്ലുമ്പോൾ പത്രോസാണ് അവിടെ നിൽക്കുന്നത്. ഇതൊക്കെ തിരുമേനിയുടെ അഭിപ്രായമേ ഉള്ളൂ. പത്രോസാണ് അവിടെ നിൽക്കുന്നത്. തിരുമേനി എന്നെ രക്ഷപ്പെടാൻ പറയും. ഞാനവിടെ ഒന്നും പോയിട്ടില്ല, എൻ്റെ വിചാരമാണെന്ന് പറയും. പത്രോസിൻ്റെ ആദ്യത്തെ ചോദ്യം, നിൻ്റെ അനുജൻ ആ മത്തായിക്കുട്ടി എന്ത് ചെയ്യും? അപ്പോൾ ഈ പരിശുദ്ധനായ ചേട്ടനാണെങ്കിലും അനിയനാണെന്ന് പറയും. അവനെയും കൊണ്ടാണെങ്കിൽ പത്രോസ് ചേട്ടാ വരാൻ നോക്കുകയല്ല, എനിക്ക് സ്ട്രിക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാകത്തുന്നു. ആ അനിയനെയും കൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കയറ്റിയാൽ മതി, വേഗം പോയി എന്നേലും കൊണ്ടുപോവാ. അന്ന് പോയതാണ് ഈ ചേട്ടൻ, ഇതുവരെയും വന്നിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. വിശ്വസിക്കാതെ ഒരു രക്ഷയില്ല. ദാറ്റ്സ് ഇറ്റ്. സഹോദരൻ എങ്ങനെ പോയാലും വേണ്ടിയല്ല, സഹോദരി എങ്ങനെ ആയാലും വേണ്ടിയല്ല, പള്ളിയിൽ ബുദ്ധിമുട്ടുന്നവൻ എങ്ങനെ പോയാലും വേണ്ടിയല്ല, എനിക്കും എൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു ദൈവം നമ്മളെ സ്വീകരിക്കുകയല്ല. ദൈവം സ്നേഹമാണെങ്കിൽ അങ്ങനെ സ്വീകരിക്കും. നമ്മളപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം, ഈ നമ്മുടെ കൂട്ടായ്മയിലാണ് ദൈവം എപ്പോഴും സജീവമാകുന്നത്. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം. എന്താണ് കൂട്ടായ്മ? കൂട്ടായ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ പഠിക്കണം. പഠിച്ചത് ഞാൻ മനസ്സിലാക്കിയത് ആരിൽ നിന്നാണെന്ന് ചോദിച്ചാൽ, പ്രൊഫസർ M. തോമസ് മാത്യു, മലയാളം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്, നമ്മുടെ മെമ്പറാണ്, കളമശ്ശേരിയിൽ താമസിക്കുന്നു. സാറിന് ഇപ്പോൾ 80 വയസ്സിൽ കൂടുതലായി, വലിയ പണ്ഡിതനായ മനുഷ്യനാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് അതിൻ്റെ അർത്ഥം. അരുതായ്മ, കൊള്ളരുതായ്മ, ഇല്ലേ? ഈ വാക്കുകളൊന്ന് നോക്കിക്കേ, അരുതാത്തത് എന്നാണത്. അപ്പോൾ കൂട്ടായ്മ എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം കൂട്ടാൻ കൊള്ളാത്തത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവനോ കൂട്ടാൻ കൊള്ളുകയല്ല, കൂട്ടായ്മ. അവളോ കൂട്ടാൻ കൊള്ളുകയല്ല. ഇതാണ് അങ്ങനെയുള്ള ഈ നെഗറ്റീവ് വാക്ക് ഈ കേരള സഭ ഈ മലയാള ഭാഷയ്ക്ക് കൊടുത്ത
ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വാക്കാണെന്നാണ് അവരുടെ നിരീക്ഷണം. മനസ്സിലാക്കുക. കൂട്ടാൻ കൊള്ളാത്തവനെയും കൂട്ടുന്ന കൂട്ടായ്മയാണ് കമ്മ്യൂണിയൻ, വിശുദ്ധ സംസർഗം. ചില്ലറക്കളിയല്ലാതെ നമ്മളിതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പുറകെ ഇരിക്കുന്ന ത്രിമൂർത്തികളായിട്ടുള്ള 3 സ്ത്രീജനങ്ങളോട് നമ്മളെല്ലാം കൂട്ടാൻ കൊള്ളാവുന്നവനെ അല്ലേ കൂട്ടത്തുള്ളൂ. നിങ്ങൾക്ക് മലയാളത്തിന് എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടോ? ഇല്ലേ? നമുക്ക് പള്ളി വരുന്ന എങ്ങനെയാണ്? നമുക്ക് സമാനമായ ആളുകളോട്, നമ്മളോട് അനുകൂലത കാണിക്കുന്ന ആളുകളോട്, നമുക്ക് പ്രതികൂലമുള്ളവനെ നമ്മൾ മൈൻഡ് ചെയ്യുക. എത്രയോ ആളുകൾ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ബിഷപ്പ് എന്നുള്ള നിലയ്ക്ക് എന്നോട് സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ തിരുമേനി പോകാത്തത് ഒരു സ്വീകാര്യത ഒരിക്കലും കിട്ടുന്നില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരതയും ഏറ്റവും വലിയ വേദനയും എന്ന് പറയുന്നത് നമ്മൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് 25 കോടി രൂപ ബാങ്കിലുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു സമൂഹത്തിലോട്ട് വരുമ്പോൾ, ഒരു പള്ളിയിലോട്ട് വരുമ്പോൾ ഏറ്റവും അവഗണനയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആണെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യം. ഇന്നൊരാൾ എന്നെ കാണാൻ വന്നു, എനിക്ക് ആദ്യം പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ പറച്ചിൽ നിന്ന് വലിയ സൗകര്യമുള്ള ആളാണ്. ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇത് പറയാൻ വന്നതാണ്. ഒടുക്കം അവസാനപ്പോൾ ആ വാക്ക് പറഞ്ഞില്ല, പക്ഷേ ആശയം അത് തന്നെയാണ്. പള്ളിയിൽ ഞാൻ അവഗണിക്കപ്പെടുന്നു, എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഈ വലിയ സാമർഥ്യമുള്ള ആൾ വാവിട്ട് കരഞ്ഞില്ലെന്നേ ഉള്ളൂ, കണ്ണ് പൊത്തി കരഞ്ഞു പോയി. എല്ലാവർക്കും വരാവുന്നതാണ്. അതുകൊണ്ട് 75 വീടുള്ള ഈ പള്ളിക്കാരോട് ഭദ്രാസന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ആരും ഇവിടെ അവഗണിക്കപ്പെടരുത്. ഏറ്റവും സാധാരണ ഒരു മനുഷ്യൻ വിചാരിക്കും, എൻ്റെ പള്ളിയിൽ എനിക്കൊരു ഇടമുണ്ട്. അവൻ ഇങ്ങനെ തേനീച്ച ഈ പൂവിലേക്ക് അട്രാക്ട് ചെയ്യുന്ന പോലെ വരും. നമ്മൾ വിചാരിക്കും പണമാണ് വലിയ വിഷയം. അല്ല, അതൊക്കെ ഒരു 3ഓ 4ഓ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. വലിയ കാര്യം നമുക്ക് പണം കൊടുത്തൊന്നും എല്ലാവരെയും രക്ഷിക്കാനൊത്തില്ല. പക്ഷേ നമ്മുടെ സമയം കൊടുക്കാം, നമ്മുടെ സ്നേഹം കൊടുക്കാം, നമ്മുടെ ഒരു വിസിറ്റ് കൊണ്ടുവരാം. സാരമില്ലടോ, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പള്ളി. ഇന്ന് പള്ളി അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ എനിക്കൊന്നും ധൈര്യമില്ല, അതിനെനിക്ക് അനുവാദമില്ല. പക്ഷേ ആണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പലപ്പോഴും നമുക്ക് തോന്നുന്നില്ല എന്നുള്ളത് സത്യമാണ്. 10-25 വീടുള്ള പള്ളികളാണെങ്കിൽ പോലും കുറേ ഗ്രൂപ്പിസോ കുറേ എനിക്ക്. അതുകൊണ്ട് ഈ വർഷം നമ്മളുടെ ഈ ഭദ്രാസനം എന്തോ ആയിട്ടാണ് പ്രഖ്യാപിച്ചതെന്ന് അറിയാം ഇവിടെ മുമ്പിലിരിക്കുന്നവർ. ഈ വർഷം നമ്മുടെ ഭദ്രാസനമായിട്ട് ഇയർ ഓഫ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാം? അനുരഞ്ജനത്തിൻ്റെ വർഷം. അനുരഞ്ജനത്തിൻ്റെ വർഷം, ഇയർ ഓഫ് റെക്കൺസിലിയേഷൻ. എന്താണ് അനുരഞ്ജനം എന്നുള്ളത് ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയുകയാണ്. ഇപ്പോൾ ഓരോ പള്ളിയിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും പറയാം. ഈ 75 കുടുംബങ്ങളുണ്ട്. ഈ 75 കുടുംബങ്ങൾ ഉള്ള ഈ ഇടവക 75 × 4 അപ്പം 300 ആളുകൾ എന്ന് കണക്കാണ്. അതിനകത്ത് കുറച്ച് പേര് കുഞ്ഞുങ്ങൾ, ഒരു 200 പേരാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാകുന്ന പ്രായത്തോട്. ഈ 200 പേർക്കും പരസ്പരം മുഖത്തോട് മുഖം നോക്കാനും പുഞ്ചിരിയോടുകൂടെ പരസ്പരം കാണാനും ഒക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈ ഇടവക ഒരു റെക്കൺസൈൽ കമ്മ്യൂണിറ്റിയാണ്, ഒരു അനുരഞ്ജന സമൂഹമാണ്. എല്ലാവർക്കും അങ്ങനെ തോന്നുമ്പോൾ ഈ പള്ളി എത്തുന്ന ആ സ്ഥിതിയുടെ പേരാണ് സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ എന്താണ് എൻ്റെ പ്രത്യേകത? എല്ലാവർക്കും ഫേസ് ടു ഫേസ് ആയിട്ട് കാണും. അപ്പോൾ ഇവിടെ 3 അച്ഛന്മാരിരിപ്പുണ്ട്, ഞാനിവിടെ ബിഷപ്പാണ്. അതിനകത്ത് ഈ ജോൺസൺ മറീസ് അച്ഛനോട് എനിക്ക് ഭയങ്കര വിരോധമാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പം ഞാൻ അങ്ങോട്ട് പുറകിലോട്ട് പോകാൻ ഇറങ്ങുമ്പോൾ ഇവിടെ സ്റ്റെപ്പേ വന്നപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നതിനാണ് നരകമെന്ന് പറയുന്നത്. ഇങ്ങോട്ട് അച്ഛൻ കയറുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു. ഞാൻ ഇച്ചിരൂടെ സ്പീഡിൽ നടക്കുന്നു, അച്ഛനോ ഇച്ചിരൂടെ സ്പീഡിൽ നടക്കുന്നു. എന്തെന്നാൽ കാണാനുള്ള ആ ആഗ്രഹം. നിങ്ങൾ വായിക്കണം വേദപുസ്തകത്തിൽ. എനിക്ക് എത്ര വായിച്ചാലും മതി വരാത്ത 2 ആളുകൾ, ചേട്ടാനിമാരാണ്. അവർ തമ്മിലൊരു കാഴ്ചയുണ്ട്. അത് യാക്കോവും ഏശാവുമാണ്. യാബൂക്ക് കടത്തിയത്. യാക്കോവ് എനിക്ക് ഏശാവിനോട് പക്ഷമുള്ള എന്നാ പറയുന്നത്, ആ പാർട്ടിയുടെ അംഗമാണ് ഞാൻ, ഏശാവിൻ്റെ. എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുന്ന.
എന്നാൽ ഈ മറ്റേ ആളുടെ പേരെന്നാ കേട്ടോണ്ടിരിക്കുകയാണോ ഇതൊക്കെ? മറ്റേ ആളിൻ്റെ പേര് ഏശാവിൻ്റെ സഹോദരൻ യാക്കോബ്. കളിപ്പീനെ യേശാവെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കുതികാല് പിടിക്കുന്നവെന്നാണ്. എല്ലാവരുടെയും കുതികാല് വെട്ടുന്ന പുള്ളിയാണ് ഈ ആര്. അങ്ങനെ കേരളത്തിൽ കുറച്ച് ആളുകൾ കണ്ടേക്കാം. തീരെ ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. ഇത് ഇനിയാടും അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ കളിപ്പിച്ച് എല്ലാം കൊണ്ടുപോയി അവിടെയും കളിപ്പിച്ചു. ഇയാൾ കളിപ്പിക്കാത്ത ആരുണ്ട്? ഈ യാക്കോബ് അപ്പനെ കളിപ്പിച്ചു, സഹോദരനെ കളിപ്പിച്ചു, അമ്മാച്ചനെ കളിപ്പിച്ചു, ആദ്യ ഭാര്യയെ കളിപ്പിച്ചു. കളിപ്പീരിൻ്റെ ഉസ്താദിൻ്റെ പേരാണ് എന്ത്? അങ്ങനെയുള്ള യാക്കോബുമാർ കേരളത്തിലുണ്ട്. മനസ്സിലായി? അങ്ങനെ കളിപ്പിച്ചു. എന്നാൽ ഒടുവിൽ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഈ യാക്കോബ് ഏശാവ് ദൂരെ നിന്ന് കാണും, പാഞ്ഞു വരികയാണ്. സുനാമി അടിക്കുന്ന പോലെ. യാക്കോബ് വല്ലാതെ ഭീതിപ്പെട്ടു. കൊല്ലാനാണോ? എന്തിനാ വരുന്നത്? സാധാരണഗതിയിൽ കൊല്ലും. അങ്ങനെ നിൽക്കുമ്പോഴാണ് യാക്കോബിൻ്റെ തോളയിൽ കൈയിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ യാക്കോബ് പറയുന്നതാണ്. അപ്പം യാക്കോബ് പറഞ്ഞു, ഈ കാണുന്ന ഇതെല്ലാം എന്താണ്? സഹോദരനോട് ഏശാവ് അനിയനോട് ചോദിക്കുക, ഇതെല്ലാം എൻ്റെ സമ്പാദ്യങ്ങളാണ്, ചേട്ടനിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ പറയുന്ന വാക്ക്, എനിക്കൊന്നും വേണ്ട, എനിക്ക് ആവശ്യത്തിനുണ്ട്, നിൻ്റെതെല്ലാം നീ എടുത്തു, നിൻ്റെ മക്കൾക്കുമൊക്കെ, അതൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ യാക്കോബ് പറയുന്നതാണ്, ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുകയാണ്, എനിക്കിപ്പോൾ ചേട്ടായിയുടെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെയാണ്. ഇതാണ് സ്വർഗം. ഇത്രയേ ഉള്ളൂ സ്വർഗം. അടുത്ത് നിൽക്കുന്ന അനുജനെ കാണുമ്പോൾ അവനിൽ ദൈവത്തിൻ്റെ മുഖം, ചേട്ടനെ കാണുമ്പോൾ അനുജന് ദൈവത്തിൻ്റെ മുഖം. ഇത് സൃഷ്ടിക്കുന്ന ആത്യന്തികമായ ഉത്തരവാദിത്വമാണ് ഇടവകയുടെ ഉത്തരവാദിത്വം. ഇത് ഒന്നുകൂടെ ഉറപ്പിക്കുകയായിരുന്നു യേശു കൂട്ടായ്മയിൽ കൂടി അവരാണ്. നമുക്കറിയാം സ്ത്രീജനങ്ങൾ ഇപ്പം പിന്നെ എല്ലാം ഗ്യാസ് ആയതുകൊണ്ട് ഇത് മനസ്സിലാകുകയില്ല. പണ്ട് അമ്മമാരെല്ലാം ഊതിയാണ് തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വിറവ് വെച്ചു, ഒരു 3-4 വിറവ് വെക്കുമ്പം ഈ തീയുടെ ശക്തി കൂടുമോ കുറയുമോ? ഉറച്ച് പറയണം. കൂടും, ചൂട് കൂടും. ഇതാണ് മനസ്സിലായി. ഈ തീ കത്തുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഉറച്ച് ഇനി ഞരങ്ങി പറയണ്ട, ശരിയാണ്, ഓക്സിജൻ. അപ്പം കൂടുതൽ ഓക്സിജൻ കിട്ടിയാൽ തീ ആളിക്കത്തുമോ അതോ കെടുവോ? അങ്ങനെയാണല്ലോ എൻ്റെ നിയമം. അങ്ങനെയാണ് നിയമം. എന്നാൽ നിങ്ങളൊരു 5 നല്ല വിറവ് വെച്ച് തീ ആളിക്കത്തുകയാണ്. എന്നാൽ കുറച്ചുകൂടി ആളിക്കത്തിട്ട് കുറച്ചുകൂടി ഓക്സിജൻ കിട്ടണമെന്ന് പറഞ്ഞ് 4 വിറവ് ഇങ്ങനെ മാറ്റിയാൽ ആ ഒരു വിറവ് ആളിക്കത്തുവോ കരിഞ്ഞ് കെടുവോ? അതിൻ്റെ ലോജിക്ക് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അമ്മമാർ, നിങ്ങൾ തീ കണ്ടിട്ടുണ്ടോ? തീ, ഫയർ, ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. കണ്ടിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ വിറവ് കത്തിച്ചിട്ട് ഉണ്ടോ? ഇല്ല. ഉണ്ട്. അപ്പോൾ കൂടുതൽ വിറവ് വെക്കുമ്പോൾ ഓക്സിജൻ കുറയുമോ കൂടുമോ? ഇല്ല. ഓക്സിജൻ ഒരു സ്ഥലത്തുള്ളതിനകത്ത് കൂടുതൽ വിറവ് വെച്ചാൽ ഒരു ഒരു വിറവുള്ളി നിങ്ങൾക്കും ഇത് ഒരു വിറക് കഷണത്തിന് ഓക്സിജൻ പലത് വെച്ചാൽ കുറയുകയാണ് ചെയ്യുന്നത്. മാറ്റുമ്പോൾ ഓക്സിജൻ കൂടുതൽ കിട്ടേണ്ടതാണ്. അപ്പോൾ കൂടുതൽ കത്തൻ്റെതാണ്. പിന്നെന്നാ കരിഞ്ഞു പോകുന്നത്? അതിൻ്റെ ശാസ്ത്രം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയണം. അമ്മമാർ ചുമ്മാ അവിടെ ഇരുന്ന് ഉറങ്ങാതെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉത്തരം പറഞ്ഞോളാം. അപ്പോൾ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. ടുഗദർ വി ഗ്ലോ. ഒരുമിച്ച് നമ്മൾ കത്തി പ്രകാശിക്കും. ഒരുമിച്ച്. എപ്പാർട്ട് വി ഡൈ ഔട്ട്. മാറി മാറി നിന്നാൽ കരിഞ്ഞ് കരിക്കട്ടയാവും. ഒരുമിച്ച് കൂടിയാൽ കരിക്കട്ട തീക്കട്ടയായിട്ട് മാറും. അതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഇത് നമ്മൾ ഒരു വിറവ്, വഴി കിടക്കുന്ന വിറവ് അടുപ്പി ഒന്നും കത്തത്തില്ലല്ലോ. വഴിയിൽ കിടക്കുന്ന വിറവ്, പുരയിടത്തിലുള്ള വിറവ് അമ്മമാരെടുത്ത് ഉണങ്ങി സൂക്ഷിച്ച് വെച്ച് ഉണങ്ങിയ ഇതാണ് കൊണ്ടുവെക്കുന്നത്. ആകെ ഞാൻ പറയുന്ന മനസ്സിലാകുന്ന ആ ഒരു അമ്മച്ചിക്ക് മാത്രമേ ഉള്ളൂ. ആ അമ്മച്ചി കുറച്ച് കഷ്ടപ്പെട്ടതാണ്. ആ മരുമോളുണ്ടല്ലോ, തീ കണ്ടിട്ടുണ്ടോ എന്നിരിക്കുന്ന സംശയം. ഇവിടെ കാണുന്നെങ്കിൽ ഇനി വഴക്കുണ്ടാവുമോ?
അപ്പോൾ ഈ കാര്യങ്ങൾ ഇതൊക്കെയാണ് ആത്മീയതയുടെ ബാലപാഠങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസം ആണ് പൂർണ്ണമായും കറക്റ്റെന്ന് എനിക്ക് പറയാൻ അനുവാദമില്ല. എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. ഞാൻ അതിനകത്ത് കൺവിൻസ്ഡാണ്. ഇങ്ങനെ ഈ ലോകത്തിൽ ഈ സഭയിൽ നമുക്ക് ഏറ്റവും ബഹുമാനമുള്ള ആളായിരുന്നു ക്രിസോസ്റ്റം തിരുമേനി. ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി റിട്ടയർ ചെയ്തതിന് ശേഷമാണെങ്കിലും ആളുകളെ കാണുമ്പോൾ തിരുമേനിക്കൊരു ആവേശം. ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. തിരുമേനിയുടെ ഏറ്റവും വലിയ മൃതസഞ്ജീവനി എന്ന് പറയുന്നത് മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ ഗന്ധമായിരുന്നു. ഒരു മനുഷ്യമാണ്. അസുഖമായി കിടക്കുമ്പോഴും ആരെങ്കിലും കാണാൻ വന്നാൽ ഡോക്ടേഴ്സ് ചിലപ്പം അവിടെ നിർദ്ദേശം കൊടുത്തിട്ട് കാണരുത്. ഡോക്ടേഴ്സിനോട് തിരുവേനി പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുകയാണെങ്കിൽ ഒരു പ്രയാസമില്ല, എൻ്റെ ജനത്തെ കാണാതെ എനിക്കിരിക്കണ്ട. ഇന്ന് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ മാത്രമല്ല, ബന്ധമായിരുന്നു അദ്ദേഹത്തെ 104 വയസ്സ് വരെ ജീവിപ്പിച്ചത്. നമ്മുടെ മനുഷ്യഗന്ധത്തിന് ഒരു രക്ഷയുടെ ഗന്ധമുണ്ട്. ഇതൊന്നും നമുക്ക് പറയാം. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഒരു രക്ഷയുടെ മനുഷ്യഗന്ധമാണെങ്കിൽ നമുക്കും കുറേയൊക്കെ സാധിക്കും. ഒരു മറ്റുള്ളവരുടെ സംരക്ഷകരാകുന്നതിനുള്ള ഒരു ദിവ്യ ഗന്ധം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഗന്ധം ഒരു വേർപ്പിൻ്റെ മണമില്ല. വേർപ്പിൻ്റെ മണവും നമുക്ക് ചിലപ്പോൾ രക്ഷയുടെ ഒരു മണമാണ്. ഞാൻ ഓർത്തിട്ടുണ്ട്, അമ്മമാരൊക്കെ, എൻ്റെ അമ്മ 70ാമത്തെ വയസ്സിലാണ് ഒരു കാർഷിക വീട്ടിലാണ് അമ്മ ജനിച്ചു. അപ്പോൾ ചിലപ്പോൾ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഈ വേർത്ത് കുളിച്ച് ഉച്ചയ്ക്കൊക്കെ അമ്മയുടെ അടുത്ത് ഇരുന്ന ഒരു വേർപ്പിൻ്റെ മണം ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഓർത്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇല്ലേ, അമ്മയുടെ ആ മണം അന്ന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നുവെങ്കിലും ഇന്ന് ആ മണം ഞാൻ ഓർക്കുമ്പോൾ അതൊരു ദിവ്യ മണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ അമ്മമാരുടെ വേർപ്പ്, അപ്പന്മാരുടെ വേർപ്പ്, അതുമൊക്കെ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശരീരം മുറിച്ചു കൊടുക്കുന്നു, ഇല്ലേ, രക്തം ചിന്തി കൊടുക്കുന്നു, അതിൻ്റെയൊക്കെ വകഭേദങ്ങളാണ്. അങ്ങനെയുള്ള ഒരു നല്ല ലോകം സൃഷ്ടിക്കുന്ന ദൈവം നമുക്കിടയാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഇടവകയെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കുക. ഈ ദേശത്തിന് നല്ല, ആദ്യം ഞാൻ പറഞ്ഞത് മറക്കാതിരിക്കുക, ഈ ഇടവക അതിമനോഹരമായിരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയശുദ്ധി കൂടുതൽ വിശുദ്ധമായി ദൈവത്തെ കാണണം. ഇതായിരിക്കണം നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പാടിയ പാട്ടുകളിലൊന്ന്, ഈ ലോകമാഗംഭീര വാരുതിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. ആ യാത്രയ്ക്ക് നമ്മൾ കൂടുതൽ ഊർജം ലഭിക്കുന്നതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വികാരി അച്ഛനെ ഇച്ചിരി അകലത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് മുമ്പുള്ള വികാരി ഞങ്ങളുടെ സ്നേഹിതനുമായ നയനാഞ്ചേക്ക് അച്ഛൻ, അയൽവക്കക്കാരുടെ ജോൺസൺ വർഗീസ് അച്ഛൻ, ഇങ്ങനെ എല്ലാ ത്രിമൂർത്തികളൂടെ കൂടുമ്പോൾ ഇതൊരു സ്വർഗീയ കനാൻ ദേശം ആണ്. അപ്പോൾ യാത്ര ഞാൻ എന്നുള്ളതിന് പകരം വേറെ ഒരു പാട്ടുണ്ട്, കനാൻ ദേശത്തെ നോക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നു എന്നാണല്ലോ ആ പാട്ടിൻ്റെ അർത്ഥം. ഇതൊക്കെ പാട്ടിൽ നമുക്ക് അങ്ങ് പാടുന്നെങ്കിലും ഇതൊക്കെ സാധ്യമാകുന്ന കാര്യമാണ്. നമ്മുടെ വീട് എല്ലാവർക്കും എത്തിച്ചേരാവുന്ന ഒരു രക്ഷയുടെ കൂടായി മാറാം. നമ്മുടെ കൊച്ചു ജീവിതം അങ്ങനെയുള്ള എത്ര ആളുകളെയാണ് ഇരിക്കുന്നത്. ലെനി എന്ന് പറഞ്ഞ, ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഈ ശുഭ്രവസ്ത്രധാരികളെ കണ്ടുകൊണ്ട് നമ്മുടെ ഈ കോഴിക്കോടുണ്ടായ ആദ്യത്തെ ഈ കൊറോണ അല്ല, നിപ്പ വന്നപ്പോൾ ഞാൻ ആ സ്ഥലത്ത് അച്ഛനായിട്ട് ആദ്യം പോയ സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ആ സ്ഥലമൊക്കെ നിപ്പ വന്നപ്പോൾ ഇതൊരു പ്രതിസന്ധിയാണെന്ന് ലിനിക്കറിയാം. പെരുവണ്ണാമൊഴി അതിനടുത്താണ് ഞാൻ താമസിച്ചിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ താമസിച്ചു. അപ്പോൾ ഈ ആളുകളുടെ എന്നെ ഈ ജോലിയിലൂടെ ഈശ്വരൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്ന് കാണുകയും മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് മരണം വരിക്കുകയും ചെയ്ത ആ സ്ത്രീകളെയൊക്കെ നമ്മൾ എത്രയോ മഹത്വകരമായിട്ടാണ് കാണുന്നത്. അവരൊരു രക്ഷാ കൂടായി മാറുകയാണ്. എത്രയോ ആളുകൾ ജീവിച്ചു. ഡോൺ എന്ന് പറയുന്ന കത്തോലിക്ക അച്ഛൻ 80 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം വെന്റിലേറ്റർ, അദ്ദേഹം ഒരു വൈദികനായതുകൊണ്ട് കിട്ടിയതാണ്. ആ വെന്റിലേറ്റർ ഫിക്സ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അവന് അടുത്ത നാളിലെങ്കിലും ഒരു വെന്റിലേറ്റർ കിട്ടുകയില്ല, അവൻ മരിക്കും. അച്ഛൻ പറഞ്ഞു 80 വയസ്സ് മതി, കുർബാന ചൊല്ലിയവനാണ്, എന്നിൽ നിന്ന് ഊരി അവന് കൊടുക്കുക.
എന്ന് പറഞ്ഞ ഈ ഇറ്റാലിയൻ ഡോൺ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ആവേശമില്ലേ? ഇതെല്ലാം നമുക്ക് സാധിക്കുന്നതാണ്. ഇത് ഞാൻ പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അവൻ്റെ വെന്റിലേറ്റർ എനിക്ക് കിട്ടിയാൽ കൊള്ളാവുന്നതാണ്. ഞാനൊരു ബിഷപ്പാണെങ്കിൽ അവനാണോ കൊടുക്കുന്നത്, എനിക്കല്ലേ ആദ്യം തരേണ്ടതെന്ന് പറഞ്ഞ് കുർബാനയിൽ വന്ന് എൻ്റെ കുർബാനയ്ക്ക് എന്ത് വിലയുണ്ട്? എന്നാലൊരു സാധാരണക്കാരൻ പറയുന്നു, ഞാൻ വയസ്സ് 78 ഇനി ആദ്യം നാൾ ഞാൻ ജീവിച്ചുകൊണ്ടും പ്രത്യേകിച്ചില്ലല്ലോ. എൻ്റെ അവന് 32 വയസ്സേ ഉള്ളൂ, അവൻ ജീവിക്കട്ടെ. ഇത് കുർബാനയല്ലേ? നമുക്കിങ്ങനെ കുറച്ച് നല്ല മനുഷ്യരെ ഈ ലോകത്തെ സൃഷ്ടിക്കും. എനിക്കത് ഒരു വിശ്വാസമുള്ളതാണ്, സാധിക്കും. ഇതിന് നമ്മെ അകറ്റുന്ന ശക്തി ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അത് അയൽവക്കക്കാരോ കൂടെ ജോലി ചെയ്യുന്നവനോ ഒന്നുമല്ല. അത് നമ്മളെ നശിപ്പിക്കാനായിട്ട് ദൈവത്തിനെതിരായിട്ട് ഇവരുപേക്ഷിച്ച ഒരു പുള്ളിയുണ്ട്, സാത്താൻ. അതാണ് അതിൻ്റെ അർത്ഥം. ആ സാത്താനാണ്. അവൻ നമ്മുടെ കൊങ്ങായ്ക്ക് പിടിച്ചേക്കുകയാണ് ഓരോ. ഇപ്പം തന്നെ നിങ്ങൾ വിചാരിക്കുക അങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കണമെന്ന്. വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളോട് പറയും, ഇത് ബിഷപ്പിനൊന്നും പണിയില്ല, പുള്ളി അവിടെ നിന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ ജീവിക്കാൻ നോക്കുമോ? അപ്പോൾ നിങ്ങൾ ഓർത്തോണം, ഒരുത്തൻ നിങ്ങളുടെ കൊങ്ങായ്ക്ക് പിടിച്ചിട്ടുണ്ട്, അവൻ്റെ പേരെന്താണെന്നാ പറഞ്ഞ്? അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ കണ്ടെത്തുന്ന നാളിൽ നിങ്ങൾ രക്ഷപ്പെടും. ഇരിക്കുന്നതിൽ 2ാമത്തെ ലൈനിരിക്കുന്ന സ്ത്രീകൾ, ഞാൻ പറയുന്നത് മര്യാദയാണോ മര്യാദകേടാണോ? നിങ്ങളുടെ നോട്ടം കണ്ണോ ഇയാൾ വേറെ എവിടെയെങ്കിലും പോയി ചോദിച്ചു, ഞങ്ങളോടാണ് ചോദിക്കുന്നത്. ഇതാണ് മര്യാദയാണോ മര്യാദകേടാണോ? മര്യാദയാണ്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ ദൈവം ഇടയാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയും നമ്മുടെ കൂടെ ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ മാത്രം. അതോടുകൂടെ നമ്മുടെ ഈ ആരാധന, ഈ കൂട്ടായ്മ അവസാനിക്കുന്നു. നമ്മുടെ ഇടവകയിൽ 50 വർഷം, കുടുംബജീവിതത്തിൻ്റെ 50 വർഷം പൂർത്തിയാക്കിയ നമുക്കൊരു ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. അവരെ ഒന്ന് ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ 75 വയസ്സ് പൂർത്തീകരിച്ച് ഈ 2024 തുടക്കത്തിൽ 75 വയസ്സ് പൂർത്തീകരിച്ചവരെയും കൂടെ ആദരിക്കുന്ന ഒരു ശുശ്രൂഷയും കൂടെ ഉണ്ട്. അപ്പോൾ അതിലായിട്ട് നമ്മുടെ 50 വയസ്സ് പൂർത്തീകരിച്ച എൽ ജോയിച്ചാനും മാമയും, അതോടൊപ്പം തന്നെ 75 വയസ്സ് പൂർത്തീകരിച്ച പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ സെക്രട്ടറി അവരെ ക്ഷണിക്കുകയും ആ സമയത്ത് അവർ മുമ്പോട്ട് വന്ന് അഭിമന്യ തിരുമേനിയിൽ നിന്ന് അവരുടെ ഇത്രയും നാൾ പൂർത്തീകരിച്ചതിൻ്റെ ഒരു സന്തോഷം തിരുമേനിയിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യണം. തിരുമേനി അവരെ ബ്ലെസ് ചെയ്യും. അൻപതാം വിവാഹവാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ ഇടവകയുടെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ എൽ ജോയ് ചാൻ, ഭാര്യ ഗ്രേസി ജോയ്, ഇടവക ട്രസ്റ്റിയായി നിരവധി തവണ നമുക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷയും ആത്മശുശ്രൂഷകനായി സൺഡേ സ്കൂൾ അധ്യാപകൻ എന്നീ നിലകളിൽ ഇടവകയ്ക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച ജോയ് ചാൻ 3 പെൺമക്കളാണുള്ളത്. അവർ കുടുംബസ്ഥരായി കഴിയുന്നു. അവർക്കുള്ള ആദരം സെഹിയോൻ മാർത്തോമ ശാസ്ത്രിൻ്റെ പേരിൽ തിരുമേൻ അഭിമന്യ പിതാവ് നൽകുന്നു. രണ്ടാമതായി 75 വയസ്സ് പൂർത്തിയായ രണ്ടാമതായി 75 വയസ്സ് പൂർത്തിയായ നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുന്ന ചടങ്ങാണ്. ഒന്നാമതായി ചിന്നമ്മ തങ്കച്ചൻ, നമ്മുടെ ഇടവകയിലെ പട്ടക്കാരനായ റവറൻ ഷിജു ബാബു അച്ഛൻ്റെ വല്യമ്മച്ചിയാണ്. ഇപ്പോൾ അമ്മയുടെ മകൻ ഇടവക ട്രസ്റ്റിയായി സേവനം അനുഷ്ഠിക്കുന്നു. അമ്മയെ ആദരം ഏറ്റുവാങ്ങുവാനായിട്ട് മുൻപോട്ട് ക്ഷണിക്കുന്നു. മൂന്നാമതായി മിസ്റ്റർ വൈ തങ്കച്ചൻ, നമ്മുടെ ഇടവാംഗമാണ്. സജീവമായി ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ് മിസ്സസിൻ്റെ പതിയും ആണ്. 3 മക്കളാണ് ഉള്ളത്. 3 പേരും കുടുംബസ്ഥരാണ്. വൈ തങ്കച്ചായനെ ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു.
നാലാമതായി മിസ്റ്റർ ഡി ഡാനിയൽ മുൻ ഇടവക ട്രസ്റ്റിയായി സേവനമനുഷ്ഠിച്ച വ്യക്തിത്വമാണ്. ഇടവകയുടെ സജീവ പ്രവർത്തകനാണ്. 2 ആൺമക്കളാണ് പിതാവിനുള്ളത്. 2 പേരും കുടുംബസ്ഥരാണ്. മിസ്റ്റർ ഡി ഡാനിയലിനെ ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അഞ്ചാമതായി മിസ്റ്റർ ഡി മത്തായി ഇടവകയുടെ സജീവ പ്രവർത്തകനായ മിസ്റ്റർ കെ പൊന്നച്ചൻ്റെ ഭാര്യ പിതാവാണ്. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഓടി വരുന്ന പിതാവാണ്. 2 പെൺമക്കളാണ് ഈ പിതാവിനുള്ളത്. 2 പേരും കുടുംബസ്ഥരും ആണ്. ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് മിസ്റ്റർ ഡി മത്തായിയെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ഡി തോമസ് കുട്ടിയെ ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് മുൻപോട്ട് ക്ഷണിക്കുന്നു. ഇനി വോട്ട് ഓഫ് താങ്ക്സോടെ കഴിഞ്ഞ് അഭിമന്യ തിരുമേനിയുടെ പ്രാർത്ഥന ആശീർവാദം കഴിഞ്ഞതിന് ശേഷം നമുക്കെല്ലാവർക്കും ആദ്യ കുർബാന സ്വീകരിച്ച കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ നമുക്കെല്ലാവർക്കും നല്ലൊരു ഡിന്നർ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും എല്ലാവരും ഭാഗവാക്കായിട്ട് മാത്രമേ പോകാവൂ എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മുടെ ഈ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് അഭിമന്യ തിരുമേനി പുറത്തു വരുമ്പോൾ അഭിമന്യ തിരുമേനി നമ്മുടെ ഇടവക സന്ദർശനത്തിൻ്റെ ഒരോർമ്മ നിലനിൽക്കത്തക്ക വിധത്തിൽ തിരുമേനി തന്നെ ഒരു പ്ലാവിൻ്റെ തൈ നട്ട് ആ വലിയ ശുശ്രൂഷയും നിർവഹിക്കുന്നതാണ്. ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് ആണ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നിൽ നിഷിദ്ധമായിരിക്കുന്ന കർത്തവ്യം നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. സമയം ഇത്രയും അതിക്രമിച്ചിരിക്കുന്നതിനാൽ പെട്ടെന്ന് തന്നെ ഒരൊറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ വിശദമായ നന്ദി നാളത്തെ പകലത്തെ യോഗത്തിൽ അർപ്പിക്കുന്നതും ആണ്. അഭിമന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനി സാന്നിധ്യം കൊണ്ട് നമുക്കിന്ന് വിശുദ്ധ കുർബാനയ്ക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാനയ്ക്കും നേതൃത്വം നൽകുകയുണ്ടായി. അത്ഭുതകരമായ രോഗശാന്തി വിടുതലിലോടുകൂടിയ കുർബാന എന്ന് പറയുന്നത് വിടുതലാണ്. അത് രോഗശാന്തിയാവാം, എന്തുവാകാം. കുർബാനയിൽ നമ്മൾ ആകൃഷ്ടരാകുമ്പോൾ അത് വിടുതലിൻ്റെ അനുഭവമായി മാറുന്ന അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും സംജാതമാകുന്നത്. ഇന്ന് നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വന്ന നമ്മുടെ പിതാവിന് നമ്മുടെ ഇടവകയുടെ എല്ലാവരുടെയും പേരിലുള്ള ആദരം അറിയിക്കുന്നു, നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. രണ്ടാമത് നമ്മുടെ മുൻ വികാരി നൈനാൻ ജേക്കബച്ചൻ കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത അച്ഛനാണ്. അച്ഛനോടുള്ള നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. റവറൻ ജോൺസൺ വർഗീസ് അച്ഛൻ നമ്മുടെ സമീപ ഇടവക നരിക്കൽ ബദേൽ മാർത്തോമ ഇടവകയിലെ വികാരിയാണ്. അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. അച്ഛനെയും അച്ഛനോടുള്ള നന്ദി എല്ലാ ഇടവകങ്ങളുടെ പേരിലും അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് ആദ്യ കുർബാന സ്വീകരിച്ച കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ ഇടവകങ്ങൾ, സമീപ ഇടവകയിൽ വന്ന എല്ലാവരും, സഹോദരി സഭകളിൽ വന്ന എല്ലാവരെയും ഒറ്റ വാക്കിലുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നിരിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അഭിമന്യ തിരുമേനി പ്രാർത്ഥിച്ച ആശീർവാദം കഴിഞ്ഞ് എല്ലാവരും കൈമുത്തുണ്ട്. അഭിമന്യ തിരുമേനി നൽകുന്നു. 2 ലൈനായിട്ട് വന്ന് 2 സൈഡിൽ കൂടെ ഇറങ്ങി പോകത്തക്ക രീതിയിൽ റഷ് ഉണ്ടാക്കാതെ ആ കാര്യം ശുശ്രൂഷയിലും നമ്മളെല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. മുതിർന്നവർ അവരെ ഒന്ന് ഡയറക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വിടണമേ. ആശീർവാദത്തിനായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു.
ആത്മീകമായി ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിക്കുന്ന നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇവിടുന്ന് ഫോട്ടോ എടുക്കത്തക്ക വിധത്തിൽ എല്ലാവരും എത്തിച്ചേരണേ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. പെട്ടെന്ന് വേണം. അതുകൊണ്ട് ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുഞ്ഞുങ്ങളും പെട്ടെന്ന് മുമ്പിലോട്ട് വരിക. ജീവന്റെ ആധാരമേ, കരുണാമയനേ
നീ, ആധാരം നീ, ഒരു നാളും പിരിയാത്ത സഖിയായും നീ, തണലായും നീ, തുണയായും നീ, എന്നും എന്നെ താങ്ങേണം നീ, കരുണാമയനേ കനിയേണമേ. ആകാശഗോള